चरितं विबुधास्तुवन्ति भाषापति पठति वासरशुद्धिमारात् शेषाद्रिशेखर विभो तव सुप्रभातम् ईषत् प्रफुल्ल सरसीरुहनारिकेल भूगत्रुमादिसु मनोहर पालिकानाम् आवादिमन्दमनिलः सह दिव्यगन्धैः शेषाद् എൻ്റെ തമ്പുരാനെ അയ്യപ്പ, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. ഇന്നത്തെ PSC പരീക്ഷയിലെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു ജോലി കിട്ടണേ തമ്പുരാൻ. എൻ്റെ പ്രാർത്ഥന കേൾക്കണേ ഭഗവാനെ. ഈശ്വര, ആ രമയല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഇനി അവരുടെ വായിരിക്കുന്നേ ഞാൻ കേൾക്കണമല്ലോ ഭഗവാനെ. ജാനകി, കണ്ടിട്ട് പറയായല്ലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണക്കാരിയൊക്കെ എന്തായി? 23 കഴിഞ്ഞില്ലേ? ഇനി വെച്ച് താമസിപ്പിക്കണോ? അവള് പഠിക്കല്ലേ ചേച്ചി, പഠിക്കട്ടെ. നീ എത്ര പഠിച്ചതാ? ഇപ്പോഴും അടുക്കള തന്നെയല്ലേ? എൻ്റെ കേടുകൊണ്ടാ ചേച്ചി. അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഇനി വരരുത്. PSC പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്ന ഏതെങ്കിലും കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. മൊബൈൽ ഫോണോ വാച്ചോ വണ്ടിയുടെ ചാവിയോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എക്സാം ഹാളിന് പുറത്ത് വെച്ചിട്ട് അകത്ത് കയറണം. എക്സാമിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും OMR ഷീറ്റ് വേർതിരിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ ടഫായിരുന്നു ടീച്ചർ. മാത്സ് ചെയ്ത് തീർക്കാനായിട്ട് സമയം തികഞ്ഞില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലണ്ടർ വരെ പഠിച്ചു. ഇന്ന് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് പഠിക്കുന്നത്. നമ്മുടെ സിലബസിലുള്ളതാണ്. അതിൻ്റെ മലയാളം അറിയാമോ ആർക്കെങ്കിലും? 2:3. അങ്ങനെ നമ്മൾ ഈസ്റ്റു ചേർത്ത് എഴുതുന്നതിനാണ് എന്ത് പറയുന്നത്? അംശബന്ധമെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചത് ഭയങ്കര ഡീപ്പായിട്ടൊക്കെയാണ് പഠിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും പഠിക്കേണ്ട, അറിയാമല്ലോ. നമ്മുടെ PSC ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് PSC എക്സാം ഉണ്ടായിരുന്നു, അതിന് വന്നിയാ. നീ കുറേ നാളായില്ലേ PSC എക്സാം എഴുതാൻ തുടങ്ങിയിട്ട്? ഇതൊരു ജോലിയൊന്നും ആയില്ലേ? ഇല്ല, ആയില്ല. ഇതുവരെ ലിസ്റ്റിലൊന്നും കയറാൻ നീ പറ്റിയിട്ടില്ല. PG കഴിഞ്ഞല്ലേ? അതൊക്കെ എന്നെ കണ്ടുപിടിക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ PSC കോച്ചിങ്ങിന് ഇപ്പോൾ 4 വർഷം LGS കിട്ടിയിട്ട്. ശരിയടി, എങ്കിൽ ഞാൻ പോവാം.
പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വാ കയറിയിരുന്നേ. മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായല്ലോ വെയിലും കൊണ്ട്. എന്താ എന്തോ പറ്റി മോനെ? എന്തിനാ കരയുന്നേ? എന്തോ പറ്റി കുഞ്ഞെ? അയ്യമ്മക്ക് മടുത്ത്. അമ്മ, ഞാൻ ഇന്ന് എക്സാം കഴിഞ്ഞ് വരുന്ന വഴി ഗൗരിയെ കണ്ട്. സാരമല്ല കുഞ്ഞെ, പറയുന്നവരൊക്കെ പറയട്ടെ. ജീവിതത്തിൽ വിജയം ഉണ്ടാകും, പരാജയം ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികം. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നിടത്താണ് വിജയം. ചേച്ചി ചേച്ചി ആ എന്താ ഗീതേ? ചേച്ചി ഇച്ചിരി കറിവേപ്പില തരാറുണ്ടോ? കറിവേപ്പില ഇല്ല ഗീതേ, എല്ലാം പുഴു അടിച്ച് കിടക്കുക. എനിക്കെടുക്കാനും ഇല്ല, ഞാനും പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. ആണോ ചേച്ചി? പാറല്ലേ, ഒരനക്കവും ഇല്ലല്ലോ. അവൾ അകത്തുണ്ട് ഗീതേ, അവൾക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുക. ഓ, എന്തൊരു പഠിത്തമായത്. പഠിച്ച് എങ്ങോട്ട് പോവാ? അവളെ ഒന്നും പുറത്തോട്ട് പോലും കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇതൊരു ജോലിയൊന്നും ആയില്ലല്ലോ. ഇന്നത്തെ കാലമല്ലേ, ഒന്ന് സൂക്ഷിച്ചേക്കണേ, ഞാൻ പറഞ്ഞതേ. ഓ നാശം, അവക്ക് പറയാനുള്ള പറഞ്ഞു. കറിവേപ്പില അവക്ക്. ചേച്ചി ചേച്ചി, ആരാ അത്? എന്തേ ചേച്ചി ഇത്? എൻ്റെ പൊന്നു കുഞ്ഞെ ഒന്നും അതൊന്ന് വേണ്ട. നോക്ക് ചേച്ചി. വേണ്ട, വേണ്ടാത്തോണ്ടാ. മോളെ വെള്ളം എന്തെങ്കിലും വേണോ? ഏയ് വേണ്ട ചേച്ചി. എന്തിനാ എൻ്റെ കുഞ്ഞെ ഈ വെയിലും കൊണ്ട് കിടക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും നല്ല പണിക്ക് പൊക്കൂടെ? ആഗ്രഹമൊക്കെ ഉണ്ട് ചേച്ചി, പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓരോരുത്തരുടെയും വീട്ടിലെ സ്ഥിതി വ്യത്യാസമല്ലേ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചതാ, പക്ഷേ അതിൻ്റെ യാതൊരു പ്രയോജനവും ഇല്ല. ഒരുപാട് BSc എക്സാം ഒക്കെ എഴുതി, ഒന്നും കിട്ടിയില്ല. ഞാൻ കൂടെ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് ഈ പണിക്ക് പോകുന്നത്. പോട്ടെ. ചേച്ചി ചേച്ചി. ആഹാ, ആരിത്? ദേവികയോ? എന്താ മോളെ വിശേഷം? ആ ചേച്ചി, എനിക്ക് ജോലി കിട്ടി. എന്തായാലും നന്നായി മോളെ. പാറു, നിന്റെ പഠിത്തം എവിടെ വരെയായി? ചേച്ചി, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് നിന്നെ മനസ്സിലാവും. നിന്റെ അതേ അവസ്ഥയിലൂടെ കടന്നുപോയാളല്ലേ ഞാനും. ഇപ്പം എനിക്ക് ജോലിയായില്ലേ. നമ്മുടെ അധ്വാനത്തിന് എന്തായാലും ഫലം കാണാതിരിക്കില്ല. എനിക്ക് ഇന്നലത്തെ എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ നല്ല മൂഡ് ഔട്ടാണ്. എടി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ എത്രാമത്തെ തവണ ഈ എക്സാം എഴുതുന്നത്? എഴുതി ഞാൻ മടുത്ത്. എടി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്കൊരു റിസൾട്ട് കിട്ടും. എടി, അതൊക്കെ ശരിയാ. ഇന്നലത്തെ എക്സാം കഴിഞ്ഞ് ഞാൻ വിഷമിച്ച് വരുമ്പോഴാണ് ഗൗരി എന്ന് പറയുന്നവളെ കണ്ടത്. എന്ത് ചെയ്യാനോ? നമ്മൾ എക്സാമൊക്കെ എഴുതും ശരിയാ, പക്ഷേ അവൾ പറയുന്നത് ഒരു കണക്കിന് ശരിയല്ലേ. ഇത്രയും പഠിച്ച് എന്നിട്ട് എന്താ പ്രയോജനം? അവളാണെങ്കിൽ നോക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ് LDC എഴുതി, ഇപ്പം അവൾക്ക് ജോലിയും കിട്ടി. സത്യം പറഞ്ഞാൽ ചില നേരത്തെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാതായി. എല്ലാം ശരിയാവൂടി, നീ പോസിറ്റീവായി ചിന്തിക്കുക. എന്തായാലും നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിന് റിസൾട്ടും കിട്ടും. നമുക്കൊരു താഴ്ച ഉണ്ടായാൽ അതിനൊരു ഉയർച്ചയും ഉണ്ടാകും. നീ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമല്ലേ. അപ്പോൾ ഈ പറയുന്ന നാട്ടുകാരൊക്കെ തന്നെ നിന്നെ പുകഴ്ത്തും. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ജീവിതത്തിൽ എനിക്ക് എങ്ങും എത്താൻ പറ്റിയിട്ടില്ല. കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ച് ഞാൻ ഇനി എത്ര നാൾ ജീവിക്കണം? ഞാനിനി ജീവിക്കണോ? ഇല്ല. എൻ്റെ കുടുംബം, അവരെന്നിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ഇത്രയൊക്കെ പഠിച്ചിട്ടും ഞാനെങ്ങും എത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉൾക്കരുത്ത് കൊണ്ട് ഞാനത് നേടിയിരിക്കും.
വർഷത്തിന് ശേഷം നമ്മുടെ പാറുവിന് ജോലി കിട്ടി. അവളേറെ ആഗ്രഹിച്ച ഗവൺമെൻറ് ജോലി. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 10 മില്യൺ ജനത വീതം ബിരുദധാരികളായി കോളേജുകളിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ എണ്ണവും ഒട്ടും പിറകിലല്ല. ഏതാണ്ട് ജീവിതത്തിൻ്റെ 20 വർഷവും പഠനത്തിനു വേണ്ടി മാറ്റിവെച്ചിട്ടും പഠിച്ചിറങ്ങിയതിന് ശേഷം ഇനി എന്ത് എന്ന ചിന്താഗതിയാണ് ഇന്നത്തെ യുവജനതയ്ക്ക്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ തൊഴിലില്ലായ്മയെ നേരിടുന്ന ജനത 100 മില്യണിനും മുകളിലാണ്. ഓരോ വർഷവും തൊഴിലില്ലായ്മയുടെ നിരക്ക് പരിശോധിച്ചാൽ കണ്ണുകൾ തള്ളിപ്പോകും. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? സർക്കാരിനെയോ അധ്യാപക സമൂഹത്തെയോ? ആരെ വേണമെങ്കിലും നമുക്ക് കുറ്റം പറയാം. എന്നാൽ വിദ്യാഭ്യാസം ആവശ്യത്തിലധികമായിട്ടും എന്തുകൊണ്ട് തൊഴിലില്ലായ്മ? അതിനൊരു പ്രതിവിധി മാത്രം. ഈ ലോകത്തിന് എന്തിനെയാണ് ആവശ്യം? അവരെ സൃഷ്ടിക്കുക. സ്കിൽഡ് എഡ്യൂക്കേഷൻ. അത് വേരുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ബാല്യത്തിൻ്റെ ഉൾക്കരത്തിൽ അത് വളർന്നു പന്തലിക്കട്ടെ.